ആൾക്കാർക്ക് എന്താ പ്രശ്നം വെച്ചാൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരും, ഒരു പ്രയാസം വരും, എന്താ അപ്പോൾ പടച്ചോൻ അങ്ങനെ. സഹോദരങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു പരീക്ഷിക്കുകയാണ് ചെയ്യുക, ഒരാളെ പരീക്ഷിക്കുകയാണ് ചെയ്യുക. അയാളെ ശാരീരികമായോ മാനസികമായിട്ടോ അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരീക്ഷണം അല്ലേ. അത് ചില ആൾക്കാർക്ക് പൈസ കൊണ്ട് പരീക്ഷിച്ചാലാണ് സങ്കടം ഉണ്ടാകുക, ചില ആൾക്കാർക്ക് തടിമക്കെടുത്താലാണ് സങ്കടം ഉണ്ടാകുക, ചില ആൾക്കാർ ഒരു ഭാഗം മുറിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. നാളൊരാൾ പറഞ്ഞു, എൻ്റെ കുടുംബക്കാരൻ ചോദിച്ചു, ഇങ്ങനെ മൂപ്പർക്ക് ഒരു കയ്യും കാലും ആക്സിഡൻറ്റിൽ പോയിട്ട് ഒരു കൂസലുമില്ല, പക്ഷേ ഒരു 5 സെൻറ്റ് സ്ഥലത്തിന് എന്തെങ്കിലും വില പറഞ്ഞു പറഞ്ഞാൽ മൂപ്പരെ സ്വഭാവം മാറും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. കച്ചവടത്തിലേക്ക് എന്തെങ്കിലും നഷ്ടം വരിക അതൊന്നും തീരെ സഹിക്കൂല, കജ്ജും കാലും മുറിച്ചിട്ടാലും ഒരു കുഴപ്പമുണ്ടാവില്ല. അതെന്താ വെച്ചാൽ അപ്പോൾ അയാളെ സ്ഥലമാണ് പോവുക, അയാൾക്ക് കച്ചവടത്തിലാണ് പ്രശ്നം വരിക. എന്നാലേ അയാളെ പിടിച്ചാൽ പിടുത്തമുള്ളൂ, ഒരു പിടുത്തം കിട്ടണ്ടേ. അപ്പോൾ പിടുത്തം വരണമെങ്കിൽ വരുത്താകണം. അത് ചില ആൾക്കാർക്ക് സ്വത്ത് പോകുമ്പോഴേ വരുത്താം, ചില ആൾക്കാർക്ക് മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാലാണ് എന്താ കായ് എത്ര പോയാലും അതിന്. നിങ്ങൾക്ക് ഷോപ്പോടെ കത്തുണ്ട്, ഒരാൾ പറഞ്ഞു, ഷോപ്പോടെ തീ പിടിച്ചാൽ ഒരാളെ രാത്രി പിടിച്ചപ്പോൾ അത് കത്തിന് കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് ബേജാറാണ്ടാറുണ്ട്. കോടിക്കണക്കിന് റുപ്യേൻ്റെ ഗോഡ, ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ഗോഡൗണാണ്, നല്ല ദീനിയായ മനുഷ്യൻ, അത് കത്തിയാണ് തീർന്നോളൂ ബേജാറാണ്ടാറുണ്ട്. അപ്പോൾ അങ്ങനത്തോരുണ്ട്. പക്ഷെ ഓൽക്ക് എന്താണ്, മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ സഹിക്കൂല. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സഹിക്കാത്ത കാര്യങ്ങളുണ്ട്, അവിടെയാണ് പിടിച്ചാൽ അല്ലേ. യാക്കൂബ് നബി പറയുന്നുണ്ട്, യൂസുഫിൻ്റെ ഈ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും പേടിയുള്ളത് എന്ന് ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ കാണാൻ പറ്റും. ആ പേടിയുള്ളോട് തന്നെ പടച്ചോൻ പിടിച്ചേ, യൂസുഫിനെ തന്നെ പിടിച്ചേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് അങ്ങനെയാണ് പിടുത്തം വരിക, അങ്ങനെയാണ് പിടുത്തം നല്ല നാക്കിലാണ് പിടിച്ചുക. അപ്പോൾ ആ പിടുത്തം എന്തിനാണ് മനസ്സിലാക്കിയാൽ മതി, പടച്ചോൻ്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം അള്ളാഹു ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ഓനെ പരീക്ഷിക്കുന്ന പറഞ്ഞു, ഓനോട് കുറേ കൊടുക്കുന്നല്ല പറഞ്ഞത്, ഓനങ്ങോട്ട് ദുനിയാവ് കൊടുക്കുന്നല്ല പടച്ചോൻ പറഞ്ഞത്, ഓനെ പിടിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിടുത്തം വരുമ്പം പടച്ചോൻ്റെ സ്നേഹമാണ് കിട്ടാൻ പോണത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഏറ്റവും പിടുത്തം കിട്ടിയ ആൾക്കാർ ആരാന്ന് നോക്കിയാൽ മതി, അത് അമ്പിയാക്കന്മാരാണ്. ഏറ്റവും നല്ല പിടുത്തം പിടിച്ചവരൊക്കെ ആരാണ്, അത് മൂസാ നബിനെയും ഈസാ നബിനെയും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓരോ പ്രവാചകന്മാരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് പിടുത്തം സ്ട്രോങ് ആകുമ്പോൾ കെട്ടുമുറുകുമ്പോൾ പടച്ചോൻ കൊടുക്കല്ല, പടച്ചോൻ എന്താണ്, പടച്ചോൻ അനുഗ്രഹങ്ങൾ വാരിക്കോരി തിരയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ എന്ത് ചെയ്യണം, നമ്മളിൽ വിജയിക്കണം. ആ പിടുത്തത്തിൽ മുറുകി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ദീനിൽ നിന്ന് അകന്ന് പോകാൻ പാടില്ല. ഉള്ള നിസ്കാരം നോമ്പ് ഇട്ടെറിഞ്ഞ് കണ്ട് പോകല്ല വേണ്ടിയത്, ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി. പിടുത്തം മുറുകിയാൽ എന്ത് വേണം, പിടുത്തം മുറുകിയാൽ സുന്നത്തും കൂടി നിസ്കരിച്ചാൽ തുടങ്ങുക. തഹജ്ജുദൊക്കെ റക്അത്തിൽ 3 നിസ്കരിച്ചണോ 5 നിസ്കരിച്ചാൽ തുടങ്ങുക, 5 നിസ്കരിച്ചണോ 7 ആക്കുക, 7 11 ആക്കാൻ വേണ്ടി. ദിക്ർ ചെല്ലാത്തോ ദിക്റാണ് ചെല്ലാൻ തുടങ്ങാൻ വേണ്ടി. അപ്പം എന്താവും, അപ്പോൾ പരീക്ഷണം വിജയത്തിക്കണ് വരും. നേരെ മറിച്ച് ഞാൻ ഇപ്പോൾ കുറേ കാലമായി നിസ്കരിച്ചിട്ട് ഇതിപ്പോൾ തന്നെച്ച് പടച്ചോ എൻ്റെ നേരൊക്കെ തിരിഞ്ഞിക്കുക എന്ന് പറഞ്ഞ് ഉള്ളതും നിർത്തിപ്പോയാൽ എന്തായി, പരാജയമാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ തോറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടൊരു പ്രയാസം വരുമ്പോൾ അള്ളാഹു പരീക്ഷിക്കുകയാണ്, അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ അങ്ങനെ അതിനകത്തൊക്കെ പടച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്താണ്, അള്ളാഹു തൻ്റെ ഒരു അടിമയെ സ്നേഹിച്ചാൽ അവനെ പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് എന്തിനാണ്, ഇത് തല കുത്തനെ മനസ്സിലാക്കാതെക്കാനാണ്.